അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഖന്തക്ക് യുദ്ധത്തിൽ ശത്രു സൈന്യത്തിലെ രണശൂരനായ അംറുവിനു അബ്ദുബുദ് മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. തന്നോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ ധൈര്യമുള്ളവർ വരട്ടെ. അലി റളിയല്ലാഹു അൻഹു ഇറങ്ങിച്ചെന്നു. അംർ പരിഹാസത്തോടു കൂടി പറഞ്ഞു, പാവം, നിന്നെ വധിക്കണമെന്ന് എനിക്ക് ഉദ്ദേശമില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നിന്നെ വധിക്കണമെന്ന് എനിക്കുദ്ദേശമുണ്ട്. മറുപടി കേട്ട് കോപാന്തനായ അംർ കുതിരപ്പുറത്ത് നിന്നിറങ്ങി രണ്ടുപേരും ദ്വന്ദ്വയുദ്ധം നടത്തി. അലി റളിയല്ലാഹു അൻഹു അംറിൻ്റെ കഥ കഴിച്ചു. ഹിജ്റ 7-ാം വർഷത്തിൽ ഖൈബർ യുദ്ധം നടന്നു. ഖൈബറിൽ ജൂതന്മാർക്ക് സുശക്തമായ കോട്ടയുണ്ടായിരുന്നു. ആദ്യ ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവും സൈനിക നായകരായി നിയുക്തരായി. രണ്ടുപേർക്കും ഖൈബറിലെ കോട്ട പിടിക്കാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, നാളെ പുലർച്ചയ്ക്ക് അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും ഇഷ്ടപ്പെട്ട ഒരു യുദ്ധവീരൻ്റെ പക്കൽ ഞാൻ പതാക ഏൽപ്പിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യാൽ അള്ളാഹു നമുക്ക് വിജയം നൽകുകയും ചെയ്യും. താനായിരുന്നെങ്കിൽ ആ വ്യക്തി എന്ന് എല്ലാവരും കൊതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിച്ചു, എവിടെ അലി? കണ്ണ് രോഗം പിടിച്ച് ശല്യം അനുഭവിക്കുകയായിരുന്ന അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ തടവി പതാക എടുത്തു കയ്യിൽ കൊടുത്തു. സമരത്തിനിറങ്ങാൻ ആജ്ഞാപിച്ചു. അലി റളിയല്ലാഹു അൻഹുവും സൈന്യവും കോട്ടയുടെ സമീപത്തെത്തി. കോട്ടവാതിലിന് പാറാവ് നിൽക്കുന്നവരെ എതിരിട്ട് അലി വിളിച്ചു പറഞ്ഞു, ഞാൻ അബൂ താലിബിൻ്റെ മകൻ അലിയാണ്. എൻ്റെ ജീവൻ ആരുടെ കരങ്ങളിലാണോ അവനാണ് സത്യം. ഒന്നുകിൽ ഞാൻ വിജയിക്കും, അല്ലെങ്കിൽ ഹംസ അനുഭവിച്ചത് ഞാനും അനുഭവിക്കും. കോട്ടവാതിൽക്കൽ ഘോരയുദ്ധം നടന്നു. ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തി. അതിനിടയിൽ അലിയുടെ ഘോര ശബ്ദം, അല്ലാഹു അക്ബർ. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കോട്ടയുടെ വാതിൽ അലിയുടെ മുന്നിൽ വീണ് കിടക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തിൽപ്പെട്ട അബൂ റാഫി റളിയല്ലാഹു അൻഹു പിന്നീട് പറയുകയുണ്ടായി, ഞാനും 70 പേരും ശ്രമിച്ചിട്ട് ആ വാതിലൊന്ന് അനക്കാൻ പോലും സാധിച്ചിരുന്നില്ല. അത്രമേൽ ഭീമാകാരമായിരുന്ന ഒരു വാതിലായിരുന്നു അത്. അലി റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരും കോട്ടമുറികളിൽ കയറി തക്ബീർ മുഴക്കി വിജയാരവം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ആരാധനയിലും വിജ്ഞാന തൃഷ്ണയിലും മുഴുകി ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ അഗാധ പാണ്ഡിത്യ നിമിത്തം ഖലീഫമാർ പോലും മതവിധി തേടാനും മറ്റും അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കാറുണ്ടായിരുന്നു. അബൂബക്കറിനും ഉമറിനും ഉസ്മാനും റളിയല്ലാഹു അൻഹും അദ്ദേഹം താങ്ങായി വർത്തിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കത്തിപ്പടർന്ന അപകടകരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഛിദ്രതകൾ അദ്ദേഹം ഭാഗവാക്കുകയോ പക്ഷം പിടിക്കുകയോ ചെയ്തില്ല. അതിലൊന്നും കാര്യങ്ങൾ നേരെ ചൊവ്വെ നടക്കാൻ ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ക്രിയാത്മകമായ പിന്തുണയും നൽകിപ്പോന്നു.
ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുകയും രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമായി തീരുകയും ചെയ്ത ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെയാണ് അലി റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനം ഏറ്റെടുത്തത്. അന്ന് അദ്ദേഹത്തെക്കാൾ അനുയോജ്യനായ ഒരു വ്യക്തി അതിനർഹനായി വേറെ ഉണ്ടായിരുന്നില്ല താനും. ആദ്യം നിർബന്ധത്തിന് വഴങ്ങാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. കലാപകാരികൾ അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് ഭരണഭാരം ഏറ്റെടുക്കണമെന്ന് ആദ്യം സൗമ്യമായും പിന്നീട് നിർബന്ധമായും ആവശ്യപ്പെട്ടു. അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത്. അനന്തരം അവർ തൽഹത്ത്, സുബൈർ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ വക്കാസ് റളിയല്ലാഹു അൻഹു എന്നിവരെ സമീപിച്ച് അവരും പിന്മാറിക്കളഞ്ഞു. മദീനയുടെയും മുസ്ലിങ്ങളുടെയും ഭാവി നാശത്തിലേക്ക് തന്നെ കുതിച്ചുകൊണ്ടിരുന്നു. രക്തപ്പുഴ ഒഴുകാൻ സർവ്വ സാധ്യതകളും തെളിഞ്ഞു. അരക്ഷിതാവസ്ഥ അത്രമേൽ വർദ്ധിച്ചു കൊണ്ടിരുന്നു. മദീന നിവാസികളിൽ നിന്ന് സമുദായ സ്നേഹികളായ ഒരു വിഭാഗം ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അലി റളിയല്ലാഹു അൻഹു ആ മുൾക്കിരീടം അണിഞ്ഞു. എല്ലാവരും നിയമാനുസൃതം അലി റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തു, കലാപകാരികൾ അടക്കം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ നായില മാത്രമേ സമീപത്തുണ്ടായിരുന്നുള്ളൂ. അജ്ഞാതരായ രണ്ടുപേരും മുഹമ്മദ് ബിൻ അബീബക്കറുമാണ് ഉസ്മാന്റെ മുറിയിലേക്ക് കടന്നു ചെന്നത്. മുഹമ്മദ് ബിൻ അബീബക്കർ കൊലയിൽ പങ്കെടുത്തിരുന്നില്ല, അത് നായില തന്നെ സമ്മതിച്ചതാണ്. മറ്റ് രണ്ടുപേർ ആരാണെന്ന് മുഹമ്മദിനും അറിഞ്ഞുകൂടായിരുന്നു. ഘാതകരെ പിടിക്കാനും ശിക്ഷിക്കാനും പ്രതികാരം ചെയ്യാനും അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണവൈകല്യങ്ങളായി അലി റളിയല്ലാഹു അൻഹു പ്രധാനമായും കണ്ടത് ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയായിരുന്നു. അദ്ദേഹം പലതവണ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അക്കാര്യം ഉണർത്തിയതുമാണ്. അത് പരിഹരിക്കാനാണ് അദ്ദേഹം ആദ്യമായി ശ്രമിച്ചത്. എല്ലാ ഉദ്യോഗസ്ഥരെയും അദ്ദേഹം തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി പകരം ആളുകളെ നിശ്ചയിച്ചു. ബസ്രയിലും കൂഫയിലും യമനിലും സിറിയയിലുമൊക്കെ തന്നെ. സിറിയയിലേക്ക് മുആവിയയ്ക്ക് പകരം നിശ്ചയിച്ച സഹലിനെ മുആവിയയുടെ അനുയായികൾ തബൂക്കിൽ വെച്ച് തടയുകയും മദീനയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. കുഴപ്പത്തിൻ്റെ മുന്നോടിയായി അലി റളിയല്ലാഹു അൻഹു അതിന് മനസ്സിലാക്കി ഉസ്മാന്റെ വധത്തിന് പ്രതികാരം ചെയ്യാൻ എന്ന വണ്ണം മുആവിയ സിറിയയിൽ സൈന്യശേഖരം നടത്തുകയായിരുന്നു. അപ്പോൾ മുഹാജിറുകളും അൻസാറുകളും ഖലീഫയായി പ്രഖ്യാപിച്ചതിനാൽ മുആവിയ തനിക്ക് കീഴ്പ്പെട്ട് അനുസരണം കാണിക്കണമെന്ന് അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചെങ്കിലും അദ്ദേഹം അതനുസരിച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള ബന്ധം നിമിത്തം ഘാതകരോട് പ്രതികാരം ചെയ്യാനുള്ള അവകാശം തന്നിൽ നിക്ഷിപ്തമാണെന്നും അതാണ് ആദ്യം നടത്തേണ്ടതെന്നുമായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ശാഠ്യം. മുആവിയ കലാപക്കൊടി നാട്ടിയതോടൊപ്പം തന്നെ മറ്റു ചില സംഭവങ്ങളും നാമ്പെടുത്തു. ഖലീഫയുടെ വധം നടന്നപ്പോൾ മക്കയിലായിരുന്ന പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹു എടുത്ത നിലപാടായിരുന്നു അതിലൊന്ന്. ഉസ്മാന്റെ രക്തത്തിൽ വിലയില്ലാതായിക്കൂടാ, അതിന് പ്രതികാരം ചെയ്ത് ഇസ്ലാമിൻ്റെ യശസ് ഉയർത്തുക തന്നെ വേണം. ആയിഷ റളിയല്ലാഹു അൻഹ പ്രഖ്യാപിച്ചു. തൽഹത്ത് റളിയല്ലാഹു അൻഹുവും സുബൈർ റളിയല്ലാഹു അൻഹുവും ആയിഷ ബീവിയെ അനുഗമിച്ചു. കലുഷമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പ്രസ്തുത കുറ്റവാളികൾക്കെതിരെ വിട്ടുവീഴ്ച കൈക്കൊള്ളുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിയോഗിച്ച ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം പിരിച്ചുവിടുകയും ചെയ്തത് നിമിത്തം അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളും നാട്ടിൽ തലപൊക്കാൻ തുടങ്ങി. യഥാർത്ഥ ഘാതകരെ തെളിയാതെ പോയത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദാസീനത കൊണ്ടാണ് എന്നാണ് പല രീതിയിൽ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിച്ചിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹു സൈനിക സന്നാഹത്തോടു കൂടി ഇറാഖിലേക്ക് പുറപ്പെടുകയാണ്. ഇറാഖിലെ ജനങ്ങളെ തൻ്റെ കീഴിൽ കൊണ്ടുവരികയും അവിടുത്തെ സമൃദ്ധമായ ബൈത്തുൽ മാൽ അധീനപ്പെടുത്തുകയുമായിരുന്നു പോലും അവരുടെ ഉദ്ദേശം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിലുള്ള ആപൽക്കരമായ പുറപ്പാട് അറിഞ്ഞ അലി റളിയല്ലാഹു അൻഹു സൈന്യസമേതം ഇറാഖിലേക്ക് പുറപ്പെട്ടു. ഇറാഖിൽ വെച്ച് ഇരു സൈന്യവും ഏറ്റുമുട്ടി. സുബൈർ റളിയല്ലാഹു അൻഹു, തൽഹത്ത് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രസിദ്ധരായ സഹാബിമാരടക്കം ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ രണ്ട് ചേരിയിൽ നിന്നുമായി വധിക്കപ്പെടുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ദുഃഖത്തിൻ്റെ കാളിമ പരന്ന അതിദുഃഖകരമായ ഒരു സംഭവമായിരുന്നു അത്. യുദ്ധത്തിൻ്റെ അന്ത്യപരിണാമം അലി റളിയല്ലാഹു അൻഹുവിന് അനുകൂലമായിരുന്നു. സ്വന്തം പക്ഷക്കാരും
സഹോദരനുമായിരുന്ന മുഹമ്മദ് ബിൻ അബീബക്കറിനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംരക്ഷണത്തിന് പ്രത്യേകമായി ഏൽപ്പിച്ചു. യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകുന്നവരെ ദ്രോഹിക്കരുതെന്നും ശത്രുപക്ഷക്കാരുടെ സമ്പത്ത് പിടിച്ചെടുക്കരുത് എന്നും ആയുധം വെച്ച് കീഴടങ്ങുന്നവർക്ക് അഭയം നൽകണമെന്നും അലി റളിയല്ലാഹു അൻഹു കൽപ്പന പുറപ്പെടുവിച്ചു. അനന്തരം അലി റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ അടുത്ത് ചെന്ന് സുഖസൗകര്യങ്ങൾ അന്വേഷിച്ചു. അവരെ വളരെ ബഹുമാന പുരസ്സരം മുഹമ്മദ് ബിൻ അബീബക്കറിൻ്റെ സംരക്ഷണയിൽ സുരക്ഷിതമായി മദീനയിലെത്തിച്ചു. പ്രസ്തുത യുദ്ധത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ടാണ് യുദ്ധം നയിച്ചിരുന്നത്. അത് കാരണം ഈ യുദ്ധത്തിന് വാക്കിയത്തുൽ ജമൽ അഥവാ ജമൽ യുദ്ധം എന്ന പേര് സിദ്ധിച്ചു. പിന്നീട് ഖലീഫ കൂഫയിൽ പ്രവേശിച്ചു. ഗവർണറുടെ കൊട്ടാരം ഖലീഫയുടെ സൗകര്യത്തിന് വേണ്ടി അവിടത്തുകാർ സുസജ്ജമാക്കിയിരുന്നു. ആഡംബരം ഇഷ്ടപ്പെടാത്ത അദ്ദേഹം അത് തിരസ്കരിച്ചു. അലി റളിയല്ലാഹു അൻഹു സൈനികരോടൊപ്പം താവളത്തിൽ തന്നെ താമസിച്ചു. അന്നു മുതൽ ഖലീഫയുടെ ആസ്ഥാനം ഇറാഖായി മാറി. അതിനുശേഷം സംഭവബഹുലമായ ഒരുപാട് ചരിത്രത്തിന് സാക്ഷിയാവുകയാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം. അതേക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.